ഇന്ന് ഞായറാഴ്ച അതിന്റെ പേരിൽ കുറച്ചധികം നേരം കിടന്നുറങ്ങിപ്പോയി. പിന്നെ തട്ടിപ്പറഞ്ഞ ഞാൻ ചായ കുടിക്കാന്ന് ചട്ടിയിൽ വന്ന് ക്ലോക്ക് നോക്കിയപ്പോൾ സമയം 1 മണി. ഈ നേരത്തെ ചായ വെച്ച് കഴിഞ്ഞാൽ ഉമ്മ എന്നെ പെട്ടിലേക്ക് അടിക്കും. അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ തിന്നാന്നുള്ള പുതിക്കാൻ ഞാൻ പയ്യ അടുക്കളയിൽ കയറിയത്. ഉച്ചകൾക്കുള്ള ചോറും കറി ഉണ്ടാക്കണം. അപ്പം മിണ്ടണ്ട സൈഡിലത്തെ മാറുന്ന ഷെയ്ക്കൊക്കെ ഉണ്ടായി കുടിക്കുന്നുണ്ട്. സ്ട്രോബെറി ഷെയ്ക്ക് കുടിച്ചു. ഇപ്പൊ കല്യാണത്തിന് മുമ്പ് ഭംഗിയൊക്കെ പറഞ്ഞു അളിയനതൊക്കെ കാണുന്നുണ്ടോ ആവോ. ഈ നേരത്തെ ചായ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു മനുഷ്യൻ തരില്ല. അതിന്റെ പേര് എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഉണ്ടായി തരണം. അപ്പോൾ ഉണ്ടായ മേഘെടുത്ത് ഞാൻ ഉണ്ടാക്കാൻ തന്നു. എന്റെ മോനെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ലോ. അതൊക്കെ വായിൽ വെച്ചാൽ വായിൽ കപ്പലൂറും ഇങ്ങനെ എല്ലാ തീറ്റയും കഴിഞ്ഞ് എന്ത് ചെയ്യുന്നാലും ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്ന് പറയുന്നത് എന്തായാലും ഇത്ര നേരം കിടന്ന് ഉറങ്ങിയില്ല മോനെ കുറച്ച് തേങ്ങ എന്നെ തരാൻ. ഇതൊക്കെ സിമ്പിളായ കാര്യമില്ല. ജാസ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് ചെയ്ത് കൊടുത്താൽ കിട്ടും. അപ്പം ഉമ്മയുടെ സന്തോഷം കണ്ട ഉമ്മ അപ്പോൾ ഫ്ലാറ്റായി. ഇനി എന്തായാലും ഫുൾ ഫാമിലി ആയിട്ടുള്ള ദിവസമാണ്. അവരായിട്ട് എൻജോയ് ചെയ്യുമ്പോൾ വേറൊരു മൂഡ്. അതിന്റെ പേര് നേരെ പോയി ചാവക്കാടുള്ള 4 മണിക്കാറ്റിക്കണം. ചെന്നപ്പോഴത്തേനും മക്കളെ കെട്ടിക്കാനായി നവദമ്പതികളുടെ ഫോട്ടോഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പെഡൽ ബോട്ടിങ് കയറി. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഈ വഞ്ചിന് ഇടിക്കാൻ പോകുന്നത്. ഇടിക്കാൻ പോയാനേ കാരണം ഞങ്ങളുടെ സ്പൾ പുറത്തും പോരാ. ഇത്തായി പോയി അല്ലെങ്കിൽ ഞാൻ വെള്ളത്തിൽ ചവിട്ടിട്ടാനേ. അങ്ങനെ കുറച്ചേരം വെള്ളത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ടെക്നിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ടൈം കഴിഞ്ഞ് അവിടെ ഇറങ്ങാൻ ടൈം അങ്ങനെ നേരെ വീട്ടിൽ കിട്ടും. വീട്ടിലെത്തി പുറത്തു പോയി വന്നപ്പോൾ സ്പെഷ്യൽ ആയിട്ട് ബർഗർ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓക്കെ ഫോളോ ചെയ്താൽ നാളെ കാണാം.